നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്വിക്ക് ആയിട്ട് നോക്കാൻ പോകുന്നത് പെട്ടെന്നൊരു റിവിഷൻ വീഡിയോ പോലെ നിങ്ങൾ എടുത്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ടോപ്പിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇതുമാണ്. അപ്പൊ SCRT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ പറയാൻ പോകുന്നത്. പ്ലസ് ഫോറിൻ പോളിസി ഞാൻ വേഗത്തിൽ ഒന്ന് പറയും, ഔട്ട്ലൈൻ മാത്രം പറയും, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം പറയും. ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ശ്രദ്ധിക്കുക, രണ്ടാം ലോക മഹായുദ്ധം തൊട്ടിട്ടാണ് നമുക്ക് വേണ്ടത്. സോ രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് പറയാം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഒരു യുദ്ധം കൂടെ വന്നു, അല്ലെ? 20 വർഷം കഴിഞ്ഞപ്പോൾ 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം. ഇപ്പൊ പശ്ചാത്തലം നമുക്ക് എല്ലാം അറിയാം, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്നും ഒക്കെ അറിയാം. ശീതകാല സമരമൊക്കെ നമുക്ക് കോൾഡ് വാർ സ്ഥിരം ചോദ്യമാണ്. സോ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അപ്പം 1939 മുതൽ 45 വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ഏത് പ്രകാരമാണ്? 1990 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനിയും അന്നത്തെ ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. ജർമ്മനി, ഇറ്റലി. ഓക്കെ. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും ആര് പദ്ധതിയിടുന്നു? ജർമ്മനിയും ഇറ്റലിയും പദ്ധതിയിടുന്നു. അപ്പം 1990 പാരീസ് സമാധാന സന്ധി പ്രകാരം അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന് പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ എല്ലാ കോളനിയും അന്ന് വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അപ്പൊ ഒന്നുമില്ലാതിരുന്ന ആൾക്കാരായിരുന്നു ജർമ്മനിയും ഇറ്റലിയും. അപ്പൊ ഇവർക്ക് കമ്പോളം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കമ്പോളങ്ങൾ എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്ത് ഇവര് മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ആരൊക്കെയാ? ഇറ്റലി, ജർമ്മനി. മറന്നുപോകരുത്. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യം, അതായത് ആക്സിസ് പവേഴ്സ് എന്ന് പറയും. ആരൊക്കെ ചേർന്നിട്ടാണ്? ജർമ്മനിയും ഇറ്റലിക്കാണ് ഒന്നും ഇല്ലാതിരുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരാളോട് ചേർന്നു. അതാരാ? ജപ്പാൻ. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ജായുടെ ഏകദേശ രൂപമല്ലേ ഇയും. അപ്പൊ ഇ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഇവരാണ് ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെതിരായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിനും രൂപം കൊടുത്തു. അപ്പൊ ഇപ്പുറത്ത് ആരാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പുറത്ത് ആരാണ്? അലൈഡ് പവേഴ്സ് ആരൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇത് സഖ്യ ശക്തി എന്ന് അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ആരൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ്. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. അതായത് സഖ്യശക്തികൾ ആരൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അച്ചുതണ്ട് ആരൊക്കെയാ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പം ആ ഒരു അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ആരുടെ കൂടെ ചേർന്നത്? ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പമാണ് ചേർന്നത്. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ആര് പരാജയപ്പെട്ടു? ഇവരങ്ങ് പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചേർക്കാനൊന്നും പോയില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ്, അതായത് റഷ്യയാണ് ഈ ഒരു ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയമാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് അഥവാ പ്രീണന നയം എന്ന് പറയുന്നത്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ എങ്ങനെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയട്ടെ. സഖ്യശക്തികൾ 3: ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ആരാണ് അച്ചുതണ്ട് ശക്തി? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. പ്രധാനമായിട്ടും ജർമ്മനിയും ഇറ്റലിയും കൂടാണ് തുടങ്ങിയത്. പിന്നീട് ജപ്പാൻ ചേർന്നു. എന്തുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത്? 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. അങ്ങനെ സെപ്റ്റംബർ 3 സഖ്യകക്ഷികള്, ഏതാ സഖ്യകക്ഷികള്? ഇവര് എന്ത് ചെയ്തു? ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മ്യൂണിക് ഉടമ്പടി, അതുപോലെ തന്നെ നോൺ അഗ്രഷൻ പാക്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ മ്യൂണിക് ഉടമ്പടി എന്ന് നോക്കാം. ഈ പ്രീണന നയത്തിന് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ ഒരു പ്രീണന നയം എന്ന് പറയുന്നത്
അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ മ്യൂണിക് ഉടമ്പടി. അത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. 1938 ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. അത് ഹിറ്റ്ലറിന്റെ അവകാശം ഉന്നയിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികള് ജർമ്മനിയിലെ മ്യൂണിക്കില് കൂടി. ചെക്കോസ്ലോവാക്യയില് ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമ്മേളനത്തില് സുഡറ്റൻ ലാൻഡ് ആർക്ക് കൊടുത്തു? ജർമ്മനിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഒരു ഉടമ്പടിയാണ്, മ്യൂണിക് ഉടമ്പടി 1938. അതുപോലെ അനാക്രമണ സന്ധി എന്താണെന്ന് ചോദിക്കാൻ 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു നോൺ അഗ്രഷൻ പാക്റ്റിൽ ഒപ്പിട്ടു. ആരൊക്കെയാ? റഷ്യയും ജർമ്മനിയും 1939. ഈ സന്ധി പ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോട് കൂടിയിട്ട് ഈ കരാർ അങ്ങ് അവസാനിച്ചു. അപ്പൊ നോൺ അഗ്രഷൻ പാക്ട് ഒപ്പിട്ടത് ആരൊക്കെയാ? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ 1939 അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നോക്കാം. അപ്പൊ യുദ്ധം തുടങ്ങി, 1939 യുദ്ധം തുടങ്ങി. സോവിയറ്റ് യൂണിയനെയും അമേരിക്കയും കടന്നുവരവ്, അതായത് നമ്മൾ പറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൂടെ കടന്നു വന്നു ഇവരുടെ കൂട്ടത്തില്. അങ്ങനെ വന്നതോടു കൂടിയിട്ടാണ് ലോകയുദ്ധം ഗതി മാറ്റിയത്. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങുന്നു. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, അണുബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും. അപ്പം 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചത്. അതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ജപ്പാനില് അമേരിക്ക ബോംബ് വർഷിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എന്താണ്, ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് പേര് മരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില മാറി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും അന്നാണ് വൻ ശക്തികളായിട്ട് മാറുന്നത്. അത് ഇന്നും ഇങ്ങനെ തന്നെ പോകുന്നു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻ പോലും രൂപീകരിച്ചത്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കും. അത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും പുതുതായിട്ട് വന്ന ആൾക്കാരോടാണ് പറയുന്നത്. അങ്ങനെ യുണൈറ്റഡ് നേഷൻ വന്നു. എന്നാ വന്നത്? ഒക്ടോബർ 24 UN ദിനം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാം ലോക യുദ്ധാനന്തരം സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ലോക സമാധാനം കൈവരിക്കാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നാം ലോക യുദ്ധാനന്തരം ഉണ്ടായതാണ് സർവ്വരാഷ്ട്ര സഖ്യം. അത് നന്നായിട്ട് പ്രവർത്തിച്ചില്ല. രണ്ടാം ലോക യുദ്ധാനന്തരം വന്നാണ് യുണൈറ്റഡ് നേഷൻ. അപ്പം രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള സംഘടനകൾക്കായിട്ട് പരിശ്രമം തുടങ്ങി. അങ്ങനെ 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ടതാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അടുത്തത് കോളനികളെ പറ്റിയിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും റഷ്യയും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഡീകോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് ഇതാണ്. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശീതസമരം, കോൾഡ് വാർ എന്താണെന്നുള്ളത്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. ഓക്കെ, അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്നു. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷം. ഓക്കെ, ആശയമാണ് സംഘർഷങ്ങൾക്ക് കാരണമായത്. ഇതാണ് ശീതസമരം, കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ആരൊക്കെ തമ്മിലാ? റഷ്യയും അമേരിക്കയും. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിൽ കൂടുതൽ പ്രചാരം നൽകി. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അതുപോലെ തന്നെ
ഈ ഒരു ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ അമേരിക്കയും സഖ്യകക്ഷികളും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും സഖ്യകക്ഷികളും, വാഴ്സാ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചേരി ചേരായ്മ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്കിപ്പോ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇന്ത്യയുടെ കേസിൽ. എന്നാലും ഒന്ന് നോക്കാം. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേക രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ സ്വാതന്ത്ര്യം കിട്ടിയവര് മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യത്തെയാണ് നമ്മൾ ചേരിചേരാ പ്രസ്ഥാനം. രണ്ടിലും നിൽക്കാത്ത ആൾക്കാര്. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെ 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിലാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നിരീക്ഷണം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പശ്ചിമേഷ്യ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് വായിക്കുക. വളരെ ഇമ്പോർട്ടന്റ് തോന്നിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തങ്ങ് പോവായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസീസിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേതെന്ന് പറയുന്നത് പഞ്ചശീല തത്വമാണ് കേട്ടോ. പഞ്ചശീല തത്വം ചോദിക്കും. ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ 1954 ഇന്ത്യയും ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ചൈന ഇന്ത്യ 1954. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻ ലായുമാണ് 1954 ഏപ്രിൽ 29 സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. എന്നാണ് 1954 ഏപ്രിൽ 29. ചൈനയുമായി ഒപ്പിട്ട കരാറാണെങ്കിലും ഇതിലും നിർദ്ദേശങ്ങൾ തന്നെയാണ് എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ അതായത് നമ്മുടെ സമീപനം. ചൈനയായിട്ടാണ് ഒപ്പിട്ടതെങ്കിലും എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ? ഒന്ന്, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കണം. 2, പരസ്പരം ആക്രമിക്കരുത്. 3, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 4, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. 5, സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് ചേരിചേരാ നയം തന്നെയാണ്. നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ചേരിചേരാ നയമാണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ചേരിചേരായ്മ. ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യയായിരുന്നു. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ 2 വിരുദ്ധ ശാക്തിക ചേരികൾ ഉയർന്നു വന്നു. തമ്മിൽ ആരംഭിച്ച സമരമാണ് ശീതസമരം എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങൾക്ക് പേടിയായി. അപ്പൊ അവരെന്ത് തീരുമാനിക്കുന്നു? നമ്മളെ എങ്ങും ചേരാതിരിക്കുക അല്ലെ. ചേരിചേരാ നയം എന്നത് നിഷ്പക്ഷതാ നയമോ ഇടപെടാതിരിക്കൽ നയമോ അല്ല, മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനാണ് ചേരിചേരായ്മ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിച്ചതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ദീർഘകാലം പൊരുതി നേടിയ സ്വാതന്ത്ര്യം മറ്റാർക്കും അടിയറ വയ്ക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ശാക്തിക ചേരികൾ അംഗമായാൽ അല്ലെങ്കിൽ ഈ ഒരു 2 പേരിൽ എവിടെയെങ്കിലും പോയി ചേർന്നാൽ സ്വാതന്ത്ര്യം നമ്മുടെ പോകും. ഇന്ത്യയുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും ചേരിചേരാ നയം വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെയാണ് നമ്മൾ ഇന്ത്യൻ വിദേശ നയത്തിലെ മുഖ്യ ശില്പി എന്ന് വിളിക്കുന്നത്. അത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മറ്റു രാജ്യങ്ങളോട് അദ്ദേഹം 47 ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട നയങ്ങളെ രൂപപ്പെടുത്തിയതും നിയന്ത്രിച്ചതും എല്ലാം.
അപ്പൊ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, കഷ്ടപ്പെട്ട് നേടിയ പരമാധികാരം നിലനിർത്തണം. ഭൂമിശാസ്ത്രപരമായ അഖണ്ഡത സംരക്ഷിക്കണം. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഭരണഘടനയിൽ വിദേശ നയത്തെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 51 ആർട്ടിക്കിൾ 51 ABCD അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്താ പറയുന്നത്? ഭരണഘടനയില് വിദേശ നയത്തെ പറ്റിയിട്ടാണ്. അതായത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കണം, രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയുക്തവും അന്തസ്സുറ്റതുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തണം, അന്തർദേശീയ നിയമങ്ങളെയും കരാർ വ്യവസ്ഥകളെയും ബഹുമാനിച്ചുകൊണ്ടുള്ള സംഘടിത സമൂഹങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലുകളെ ബഹുമാനിക്കണം. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ ആണവ നയം. അതുകൂടെ നോക്കാം. ആണവായുധങ്ങൾക്കെതിരായ നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്നത്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സമഗ്ര ആണവ നിരായുധീകരണത്തിനാണ് അദ്ദേഹം വൻ ശക്തികളോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ലോകത്തിലെ ആണവായുധ ശേഖരം വർദ്ധിച്ചുകൊണ്ടുവന്നു. 1964 ഒക്ടോബറിൽ ചൈന ആണവ പരീക്ഷണം നടത്തിയതോടുകൂടി ലോകത്തിലെ 5 ആണവ ശക്തികളും ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗവുമായ അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ 1968 ആണവ നിർവ്യാപന കരാർ മറ്റു രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. 1968 ഓക്കെ, ആണവ നിർവ്യാപന കരാർ NPT എന്ന് പറയും. ഇത് വിവേചനപരമാണെന്ന നിലപാടാണ് ഇന്ത്യ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ആദ്യമായി ആണവ വിസ്ഫോടനം നടത്തിയെന്ന 1974 മെയ് മാസത്തിലാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജത്തെ ഉപയോഗിക്കുക എന്ന നയത്തോടാണ് ഇന്ത്യക്ക് പ്രതിബദ്ധതയുള്ളത്. ആണവ നിർവ്യാപനത്തെ ലക്ഷ്യം വെക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടികളെ അന്നും ഇന്നും ഇന്ത്യ എതിർത്തിരുന്നു. കാരണം അവ ആണവേതര രാജ്യങ്ങൾക്ക് മാത്രം ബാധകമാകുന്നതും 5 ആണവ ശക്തികളുടെ ആണവായുധ കുത്തകയെ നിയമസാധുതയുള്ളതുമാക്കുന്നതുമാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെയാണ്. വളരെ ഇമ്പോർട്ടന്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചു വിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.